നമ്മുടെ പ്രിയങ്കരനായ സജി സാർ പെൻഷനേഴ്സ് കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. കഴിഞ്ഞ 10-32 വർഷക്കാലം പോലീസ് സർവീസിൽ സേവനമനുഷ്ഠിക്കുകയും ഡിവൈഎസ്പിയായി റിട്ടയർ ചെയ്യുകയും ചെയ്തു. മികച്ച സംഘാടകനാണ്. ഒരുപക്ഷെ ചിരിക്കുന്ന പോലീസുകാർ അധികം ഉണ്ടാകില്ല. വളരെ സൗമ്യതയോടുകൂടി ആളുകളുടെ പെരുമാറുകയും സ്നേഹപൂർവ്വം ആളുകളെ പരിചരിക്കുകയും മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന നല്ല ഒരു മനസ്സിന്റെ ഉടമയായ സജി സാർ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ക്ലാസുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നിരവധിയായുള്ള ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്, മികച്ച ഒരു എഡ്യൂക്കേഷൻ കരിയർ കൗൺസിലറാണ്. വിദ്യാഭ്യാസപരമായും കരിയർപരമായും നിങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീക്കിയെടുക്കാൻ കഴിയുന്ന, കൗൺസിൽ ചെയ്യാൻ കഴിയുന്ന വിദഗ്ധനായ ഒരു കൗൺസിലറാണ് സജി സാർ. ഒപ്പം ദീർഘകാലമായി ഗുരുവിനെ മനസ്സിൽ പ്രദർശിച്ചുകൊണ്ട് മികച്ച ഒരു സമുദായ സ്നേഹി എന്ന നിലയിൽ യൂണിയനിലും ശാഖയിലും അതുപോലെ തന്നെ നമ്മുടെ SNDP യോഗതലത്തിലുമൊക്കെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എംപ്ലോയീസ് ഫോറത്തിന്റെ യൂണിയൻ തല പ്രസിഡന്റായിരുന്നപ്പോൾ നിരവധിയായിട്ടുള്ള കരിയർ ക്ലാസുകൾ നടത്തി ധാരാളം കുട്ടികളെ ഇപ്പോഴാണെങ്കിലും നമ്മുടെ പരീക്ഷ എന്നുള്ള പദ്ധതിയിലൂടെ 10,000 കുട്ടികളെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതിന് നിർണായകമായ പങ്ക് വഹിക്കുന്ന SNDCയുടെ പ്രസിഡന്റ്, കരിയർ ഗൈഡൻസ് ട്രെയിനർ, കരിയർ കൗൺസിലർ, എഡ്യൂക്കേഷൻ കൗൺസിലർ പ്രിയപ്പെട്ട സജി സാറിനെ ഈ പാഠശാല യൂണിയനിലെ നന്ദി. ഇപ്പൊ പോലീസുകാരനല്ലേ, പോലീസുകാരെ എങ്ങനെ കരിയർ കൗൺസിൽ, കരിയർ ഗൈഡൻസ് ഒക്കെ വരുന്നത്? പോലീസുമായിട്ട് വല്ല ബന്ധമുണ്ടോ? കരിയറുമായിട്ട് ബന്ധം? സാർ പറഞ്ഞ പോലെ ഞാൻ SNDP യോഗം കുന്നത്തുനാട് SNDP യൂണിയന്റെ ഭാഗമായി സർവീസിലേക്ക് ഇരിക്കുന്ന സമയത്ത് പ്രവർത്തിച്ചു. SCA ആയിട്ട് ഇരിക്കുന്ന സമയത്ത് 10 വർഷത്തോളം അവിടുത്തെ യൂണിയൻ സമിതിയുടെ പ്രസിഡന്റായിരുന്നു. ആ സമയത്ത് ഇതുപോലെ നിങ്ങളുടെ കുട്ടികളോടൊപ്പമായിരുന്നു ഞായറാഴ്ച സ്പെൻഡ് ചെയ്തിരുന്നത്. അല്ലേ, ഞായറാഴ്ച ദിവസം രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ക്ലാസ് ഉണ്ടാവും, PSC കോച്ചിങ് ക്ലാസ് ഉണ്ടാവും. അനവധി കുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള സഹായം ചെയ്യാൻ നമുക്ക് സാധിക്കില്ലേ, അല്ലാതെ നമുക്ക് പറ്റത്തില്ല. അവർക്ക് നമുക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് നമ്മുടെ ഒരു ബാച്ചിൽ 250-300 ആൾക്കാർ ഞായറാഴ്ചകളിൽ ആ SNDP യൂണിയനിൽ വരുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ്. പിന്നീട് ഞാൻ കരിയർ കൗൺസിലിങ്ങിന് ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാം ചെയ്തു. പിന്നീട് വീണ്ടും ഒരു പ്രോഗ്രാം സർട്ടിഫൈഡ് കരിയർ കൗൺസിലേഴ്സ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ പ്രോഗ്രാം ചെയ്തു. MA സൈക്കോളജി ചെയ്തു ഈ അടുത്ത കാലത്ത്. അപ്പോൾ ഒരു 15ഓളം കോഴ്സുകൾ ഈ 2-3 വർഷത്തിനുള്ളിൽ ഞാൻ ചെയ്തു. അപ്പോൾ ഇന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് കുട്ടികളെ സംബന്ധിച്ചോളം ഇവിടെ ഇരിക്കുന്ന 8ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുട്ടികളെയാണ് നമ്മൾ പറഞ്ഞത്. 8ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒരാളുണ്ടാവും, കുറച്ച് പേരുണ്ട് അല്ലേ? ഓക്കെ, കോട്ടെ. 8ാം ക്ലാസ്സിൽ ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളെന്ന് പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന 8ലേക്ക് ജയിച്ച കുട്ടികൾ, 9ൽ പഠിക്കുന്നവര് ഒരാളാണ്. നമുക്ക് ഞാനിതിനെ വർത്തമാനം പറയും, എല്ലാവരോടും ചോദിക്കും കേട്ടോ, കുഴപ്പമുണ്ടോ? അപ്പോൾ 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പൊ ഈ 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി. എന്നാ റിസൾട്ട് വരുന്നത്? സ്റ്റേറ്റ് സിലബസ് റിസൾട്ട് വരുന്നത് മെയ് മാസം 9ാം തീയതി. ആ റിസൾട്ട് നോക്കിയിരിക്കുന്ന എത്ര പേരുണ്ട്? 3, 4, 5, 6 കൈ നീയുണ്ട്. ചെല്ലിങ്ങനെ മടിച്ചില്ല, ജയിക്കുമോ നോക്കുമോ? +1 പഠിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, +2 കയറാൻ പോകുന്നത്. ഇനി +2 പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് എന്നാ റിസൾട്ട് വരുന്നത്? സ്റ്റേറ്റ് സിലബസ് +2ന്റെ റിസൾട്ട് വരുന്നത് മെയ്. +2 പരീക്ഷ എഴുതിയ കുട്ടികളെന്ന് കഴിയുമ്പോൾ സ്റ്റേറ്റ് സിലബസ് എന്നാണ് റിസൾട്ട് വരുന്നത്? മെയ് 18. 9ാം തീയതി SSLCയുടെ റിസൾട്ട് വരും, 18ാം തീയതി ഇത് വരും ഇല്ലേ? അപ്പൊ നിങ്ങൾ റെഡി. അതിന് മേലെ പഠിക്കുന്നവര്, +2 കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നവര് എന്താ പഠിക്കുന്നത്?
ബിടെക് ഏതാണ്? ഏതാ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഗുഡ്. ആ ഓക്കെ, ഞാൻ ഇവിടെ വരാട്ടോ. വേറെ PT എന്തുവാ? എക്കണോമിക്സ്. വെരി ഗുഡ് സബ്ജക്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ പേര് PT-കാരെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു അല്ലേ? എന്തായിരുന്നു? വിഴിഞ്ഞത്തെ തുറമുഖം, അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുക തുടങ്ങിയായിരുന്നില്ലേ? ആരാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി. എന്താ പേരെന്തുമായിരുന്നു? പിണറായി വിജയൻ എന്നാണോ? എന്തായിരുന്നു? നരേന്ദ്രമോദി അല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്ത് വന്ന് ഇന്നലെ ഒരു അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്തു പോയി അല്ലേ? എന്താ ഇത് വിഴിഞ്ഞ തുറമുഖത്തിന്റെ പ്രത്യേകത എന്താ? മറ്റ് ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തുറമുഖമാണ്. എന്തുകൊണ്ടത്? എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നതൊക്കെ ഹൈടെക്കാണ്. അപ്പൊ അവിടെ എന്തൊക്കെ ജോലി സാധ്യതയുണ്ട്? നിങ്ങൾക്ക് തിരുവനന്തപുരക്കാർക്ക് കൂടുതൽ ജോലി സാധ്യതയുണ്ട് അവിടെ. എന്തൊക്കെ ജോലി അവിടെ കിട്ടാം? നിങ്ങൾ കേൾക്കാത്ത ജോലിയാണെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞല്ലോ. നീ വേഗം ചായ കുടിച്ചിട്ട് വേഗം കുടിച്ചിട്ട് ക്ലാസ്സൊക്കെ മാറ്റിക്കുകയും താഴെ വെച്ചേ. നമ്മൾ അതിവേഗം മാറുന്ന കാലത്താണ് ജീവിക്കുന്നത് അല്ലേ? അതിവേഗം വളരെ എക്സ്പെൻഷ്യൽ വേണ്ടെന്നാ പറയാ. സ്പീഡിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതനുസരിച്ച് പല പഴയ തൊഴിലുകളുടെ സ്ഥാനത്ത് പുതിയ തൊഴിലുകൾ കടന്നു വരും അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ വിഴിഞ്ഞത്തെ പറ്റി പറയുമ്പോൾ അവിടുത്തെ ഒരു തൊഴിലാണ് ലാഷർ. LASHER. ലാഷർ. എന്തോ ലാഷർ? ITV കരിയർ. എന്താണ് ITV? കേട്ടിട്ടുണ്ടോ? പിന്നെ ഈ മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഹൗസ് കീപ്പിംഗ് ആണ്. 3 തൊഴിൽ മേഖലയാണ്. ഒന്ന് ലേഷർ, ഒന്ന് IVT, മൂന്നാമത്തത് ഹോം ഹൗസ് കീപ്പിംഗ്. നിങ്ങൾക്കറിയാം ഹൗസ് കീപ്പിംഗ് എന്താണ്? എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗ്? ക്ലീനിങ് ആണ് അല്ലേ? യാനങ്ങൾ ക്ലീൻ ചെയ്യണം, പ്രെമിസസ് ക്ലീൻ ചെയ്യണം. അതൊക്കെ അത് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള തൊഴിൽ മേഖലയാണ്. ഇതെന്താണ് ITV എന്ന് പറഞ്ഞാൽ? ഇന്റേണൽ ട്രാൻസ്ഫർ വെഹിക്കിൾ. കേട്ടിട്ടുണ്ടോ? വലിയ അവിടെ ആവശ്യമാണ്. ഇന്റേണൽ ട്രാൻസ്ഫർ വെഹിക്കിൾ ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട്. നമുക്ക് ചില ട്രാൻസ്ഫറൊക്കെ വണ്ടിയിൽ വേറെ വണ്ടിയിലേക്ക് കൺവീനിയൻ്റ് ആയിട്ട് മാറ്റി കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ അവിടുത്തെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കണം. കണ്ടില്ലേ ട്രെയിനൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ കറക്റ്റ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലാഷറും അതൊക്കെ തന്നെ. ലാഷർ പുതിയ സംഭവമാണ്. അപ്പോൾ നമ്മൾ പഴയ തൊഴിലുകളുടെ സ്ഥാനത്തേക്ക് നമ്മൾ കേൾക്കാത്ത പുതിയ തൊഴിലുകൾ കടന്നു വരുമ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ സാധാരണ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മുന്നോട്ട് പോകാനില്ല. മോളൊക്കെ പോയി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുത്ത് എന്തുകൊണ്ടാണ് എടുത്തത്? നമുക്ക് നമ്മളോട് ആരോട് ചോദിച്ചാലും ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സ് ചോദിച്ചാൽ അതിൽ നമ്പർ 1 ആയി നിൽക്കുന്ന ഒരു കോഴ്സാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മോൾ പോയി എടുത്തത് നല്ല ചോയ്സാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുത്തത് നല്ലതാണ്. എത്ര നാളത്തേക്ക് അത് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിന്റെ പ്രത്യേകത നമുക്കറിയാം. പഠിക്കാൻ പോകുമ്പോൾ ഓരോ കോഴ്സും എടുക്കുമ്പോൾ ആ കോഴ്സിൽ നിന്ന് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ കരിയർ ഗൈഡൻസിന്റെ പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായോ? നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ സ്ട്രെങ്ത് അറിയണം, വീക്ക്നെസ് അറിയണം. ഇല്ലേ? ശരിയാണോ? ഇതൊക്കെ വേണോ? എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് അറിയുന്നതോടൊപ്പം തന്നെ എനിക്ക് എന്തെല്ലാം വീക്ക്നെസ് ഉണ്ടെന്ന് കൂടെ അറിയണം. ശരിയോ? അപ്പോ നമുക്ക് മുന്നോട്ട് പോകല്ലേ? ഞാൻ 2 ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ട്. ഒന്ന്, ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരാവശ്യത്തിനായിട്ടൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറെ കാണാൻ പോകും. ഞാൻ ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. ഫോണെടുത്ത ലേഡി ആയിരുന്നു. ഞാൻ എപ്പോഴും സൗകര്യം ചോദിച്ചു, ടൈം പറഞ്ഞു തന്നു. ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന സമയത്ത് എൻ്റെ കാർഡ് കൊടുത്തു, വിസിറ്റിംഗ് കാർഡ് കൊടുത്തു. അതിൽ എൻ്റെ ഡെസിഗ്നേഷൻ ഉണ്ടായിരുന്നു, റിട്ടയർഡ് DSP ഡെസിഗ്നേഷൻ ഉണ്ടായിരുന്നു. അത് കൊടുത്ത് അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന വർക്കിനെ സംബന്ധിക്കുന്ന എൻ്റെ സർട്ടിഫൈഡ് കരിയർ അനലിസ്റ്റ്
അപ്പോൾ ഈ കാർഡ് കൊടുത്ത് ഞാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഒന്ന് ആശ്വാസത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പം എന്താണ് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറിൻ്റെ ഫോണിൽ ട്രൂ കോളറിൽ തെളിഞ്ഞു വന്നത് DYSP എന്ന പേരിലാണ്. അപ്പോൾ എനിക്ക് ആകെ ഒരു പേടിയായി, എന്താ സംഭവം, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞു എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ല, ഒരു DYSP കാണാൻ വരുന്നത്. ഇപ്പോൾ സമാധാനമായി. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കണ്ടു, സർട്ടിഫൈഡ് കേറ്ററേഴ്സ്. അപ്പോൾ സാറിന് അതെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു. ഇപ്പോൾ ആ മാഡം എന്നോട് പറഞ്ഞു, ആ മാഡത്തിൻ്റെ മോള് 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സർട്ടിഫൈഡ് കരിയർ കൗൺസിലിംഗ് ആളെ കൊണ്ട് കൗൺസിലിംഗ് നടത്തിയിരുന്നു. ആ കൗൺസിലിംഗ് നടത്തിയതുകൊണ്ട് പിന്നീട് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. കറക്റ്റായ പാത്തിലൂടെ കറക്റ്റായ ആരും കേടിയാതെ അവൾ അങ്ങോട്ട് മുന്നോട്ട് പോയി. ക്യാമ്പസ് പ്ലേസ്മെന്റ്, നല്ല പ്ലേസ്മെന്റ് കിട്ടി, അവൾ സെറ്റായി. എനിക്ക് വലിയ സന്തോഷം തോന്നി, എൻ്റെ പേഴ്സണലി സന്തോഷം തോന്നി. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ ഒരു നല്ലതാണ് എന്നെനിക്കൊരു ബോധ്യം മനസ്സിലാക്കിയത്. ഈ രണ്ടാമത്തെ കാര്യം പറയാം, അത് കൃത്യമായ ഗൈഡൻസോട് കൂടി പോയ ആളെ കുറിച്ചാണ് ആ കുട്ടി. രണ്ടാമത്തെ ആള് MBBS പഠിക്കുന്ന കുട്ടിയാണ്. MBBS 9 മാസം പഠിച്ചിട്ട് വീട്ടിൽ കയറിയിരിക്കുക. 2 വർഷത്തോളം ആ കുട്ടി പുറത്തിറങ്ങാതെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്കറിയാം MBBS ഏതാ പഠിക്കേണ്ടത്? നീറ്റ് പരീക്ഷ പാസ്സാവണം അല്ലേ? എൻട്രൻസ് പരീക്ഷ പാസ്സായി നീറ്റിൽ നല്ല സ്കോർ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടുള്ളൂ. ആ കുട്ടി എന്ത് ചെയ്തു? ആ കുട്ടിയെ കോഴ്സ് ചേർന്നു. അമ്മയുടെ ഇഷ്ടമായിരുന്നു ഡോക്ടർ ആകണമെന്നത്, അതുകൊണ്ട് കുട്ടിയിലേക്ക് അത് ഫോഴ്സ് ചെയ്ത് വന്ന സംഗതിയാണ്. സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിക്ക് ഒരു ട്രോമ സ്റ്റേജിലേക്ക് പോകേണ്ടി വന്നു. എന്തായിരിക്കും MBBS നമ്മൾ ചെയ്യുന്ന പരിപാടി? എന്തുവാ? ശരീരമൊക്കെ കയറി കുടിക്കണം, പിന്നെന്ത് വേണം? ബ്ലഡ് കാണേണ്ടി വരും അല്ലേ? അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും നമ്മളെ കൊണ്ടേ കാണിക്കുന്നില്ലേ, പഠിപ്പിക്കില്ലേ അവിടെ? ഇതൊന്നും ഈ കുട്ടിക്ക് പറ്റുന്നതായിരുന്നില്ല. എന്തുപറ്റി? ആ കുട്ടിയുടെ 2 വർഷമല്ല 3 വർഷത്തോളം മിസ്സായി. ഒരു റോങ് ചോയ്സ് എടുത്ത് പോകുമ്പോൾ ആ കുട്ടി എന്താണെന്ന് മനസ്സിലാക്കാതെ, ആ കുട്ടിയുടെ കരിയർ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ, പേഴ്സണാലിറ്റി ടൈപ്പ് മനസ്സിലാക്കാതെ, ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കാതെ, സ്കിൽ ആൻഡ് എബിലിറ്റി മനസ്സിലാക്കാതെ, കരിയർ മോട്ടിവേറ്റഡ് ടൈപ്പ് മനസ്സിലാക്കാതെ ആ കുട്ടിക്ക് ഒരു ചോയ്സ് വന്നു. ആരുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു? അമ്മയുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു അല്ലേ? തനിക്ക് സാധിക്കാത്ത കാര്യം തൻ്റെ മക്കളിലൂടെ സാധിക്കണമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട് ഇഷ്ടംപോലെ. സ്വാഭാവികമാണ്, അവർ ആഗ്രഹത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ കുട്ടിക്ക് അത് യോജിക്കുമോ എന്നുകൂടി തിരഞ്ഞിട്ട് വേണം. ഞാൻ ആദ്യം പറഞ്ഞ ഈ മാറുന്ന കാലത്ത് കരിയർ ചൂസ് ചെയ്യാൻ ഇല്ലേ? വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെയ്യണം, മാറുന്ന കാലത്തിനനുസരിച്ച് മാറണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുന്ന കുട്ടി ഇടയ്ക്കൊന്ന് മാറ്റിപ്പിടിക്കണം. എപ്പോഴാ ഇത് പറ്റില്ലെങ്കിൽ മുൻകാഴ്ചയോടുകൂടി എന്ത് ചെയ്യണം? ആഡ് ഓൺ കോഴ്സസ് ചെയ്തു പോകണം. എങ്ങനെയാണ് നമ്മുടെ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ചുവടുമാറ്റം നടത്തണമെങ്കിൽ അതിനുള്ള മുൻകാഴ്ച കൂടെ വേണം. മനസ്സിലാകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടി ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ കരിയറിലെത്താം. എന്തായിരിക്കും കരിയറിൽ പോയാലുള്ള സമയം? നല്ല കരിയർ എടുക്കുമ്പോൾ ഗുണം എന്താ? നമുക്ക് ഇഷ്ടമുള്ള കരിയറിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കിട്ടും? നമുക്ക് ഒരു സന്തോഷം കിട്ടും അല്ലേ? പിന്നെ എന്ത് കിട്ടും? സാ കൂട്ടി കുറെ വാക്കിനെ പറയാം. സന്തോഷം കിട്ടും. പിന്നെന്ത് കിട്ടും? സമാധാനം കിട്ടും. കിട്ടണ്ട, ഇത് കയ്യേണ്ടി കൊടുത്തേ. സമാധാനം കിട്ടും അല്ലേ? എന്ത് സമാധാനം? അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം ആകുമ്പോൾ ശനി ഞായർ അവധി തിങ്കളാഴ്ചയൊക്കെ കൊന്നെ എനിക്ക് ജോലിക്ക് മടുത്തു അല്ലേ? അയ്യ പോവാൻ കഷ്ടപ്പെട്ടു പോകും അല്ലേ? പിന്നെ സമാധാനം, സന്തോഷം, പിന്നെന്താ? പറയും സംതൃപ്തി കിട്ടുമോ? പിന്നെന്താ? ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സാധനം കൂടെ നമുക്ക് വേണ്ടേ ജോലി ചെയ്യുമ്പോൾ? ഇഷ്ടംപോലെ ഉണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ താല്പര്യം. അത് സാമൂഹ്യല്ല, സാമൂഹ്യ പറയണം. മനസ്സിലായില്ല, നീ പറഞ്ഞത് കറക്റ്റാണ്. താല്പര്യം വേണം, വളരെ പ്രധാനപ്പെട്ട. കരിയർ ഇൻട്രസ്റ്റ് വേണം, ആത്മവിശ്വാസം
ആത്മവിശ്വാസം. ഇത് വേണ്ടേ? ഞാൻ സമ്പത്ത് വേണ്ടേ? ജോലി ചെയ്യുമ്പോൾ വരുമാനം വേണ്ടേ? വേണ്ടേ? നിങ്ങൾക്ക് പൈസ ഒന്നും വേണ്ടേ? പണ്ടെടുക്കുമ്പോൾ നമുക്ക് നല്ല പൈസ കിട്ടണം അല്ലേ? പൈസ കിട്ടണം, സമ്പത്ത് കിട്ടണം, സമാധാനം കിട്ടണം, സന്തോഷം കിട്ടണം, സംതൃപ്തി കിട്ടണം. പിന്നെ എന്താ പറയുക, നമുക്ക് അതിനുള്ള സാമർഥ്യം ഉണ്ടാവണം. വേണ്ടേ? എന്താ വേണ്ട? സ്കില്ല് വേണം അല്ലേ? അത് സായി തുടങ്ങുന്നതല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്ന് കിട്ടുക? നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് വേണം. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ നാച്ചുറൽ എബിലിറ്റീസ്, നമ്മളെ എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട് അല്ലേ? ഓരോരുത്തരും വ്യത്യസ്തരാണ് അല്ലേ? എല്ലാവരും ഒരുപോലെയാണോ? ഒരു വീട്ടിൽ എല്ലാവരും ഒരുപോലെയാണോ? അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അപ്പം എന്ത് ചെയ്യണം? ആ വ്യത്യസ്തരായ ആളുകൾക്ക് അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചുള്ള കോഴ്സാണ് ചൂസ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ കൂട്ടുകാരി അടുത്ത് കോളേജിൽ ചേർന്നു, അപ്പം ആ കൂട്ടുകാരിയുടെ കൂടെ ഞാൻ കോളേജിൽ പോകാമെന്ന് വെച്ചാൽ ആ കോഴ്സ് എടുക്കാമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോൾ എന്തൊരു സാധാരണ എല്ലാവരും എടുക്കുന്ന ഒരു കോഴ്സ് BSc നഴ്സിംഗ് അല്ലേ? ശരിയാണ്. കമ്പ്യൂട്ടർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. എല്ലാവർക്കും BSc നഴ്സിംഗ് പറ്റുമോ? എങ്ങനെയുള്ളവർക്കായിരിക്കും BSc നഴ്സിംഗ് പറ്റുക? BSc നഴ്സിംഗ് പറ്റുന്ന എങ്ങനെയുള്ള ജോലിക്കാരൻ? ഒരു കഠിന ഹൃദയായ ഒരാൾക്കായിരിക്കും, അത് സോഫ്റ്റ് ഹാർട്ടറായിട്ടുള്ള ഒരാൾക്കായിരിക്കും. എന്താ സോഫ്റ്റ് ഹാർട്ടറായിട്ട് ആളാവാൻ? രോഗിയോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും അവരെ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ എന്ത് വേണം? ഒരു കരുണ വേണം അല്ലേ? ഗുരുദേവൻ പറഞ്ഞാൽ അനുകമ്പ വേണം അല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടറാണെങ്കിലോ, ഡോക്ടർക്ക് അത്രയും അനുകമ്പ വേണം. പക്ഷേ ഒരു നേഴ്സ് കാണിക്കുന്ന പോലെ അത്രയും അവരിടപെടുമോ? അല്ലേ? മനസ്സിലായി. നമുക്ക് ഓരോ കാര്യം, എഞ്ചിനീയർ ആണെങ്കിലോ വേറെ ലെവലാണ്. ഒരു ജഡ്ജി ആണെങ്കിലോ, ജഡ്ജി അങ്ങനെ സംസാരിക്കുക ആൾക്കാരോട്, വേറെ ലെവലല്ലേ ജഡ്ജി? എങ്ങനെയാ? അവരുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ അതിൻ്റെ വസ്തുതകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അതിൻ്റെ കാര്യങ്ങളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ? നമുക്കറിയാം, ജഡ്ജിമാർക്കൊന്നും അധികം പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ പോലും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പേഴ്സണലായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഓരോ കരിയറിനും പ്രത്യേകതകളുണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്ന ഓരോ കരിയറിനും പ്രത്യേകതകളുണ്ട്. അപ്പം അതിനോരോ അഭിരുചിയുണ്ട്. നിങ്ങളുടെ അഭിരുചി കണ്ടെത്തി വേണം ഒരു കരിയർ ചൂസ് ചെയ്യാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എന്ത് മേഖലയിലാണ് അല്ലെങ്കിൽ എന്തിനാണ് കൃത്യമായ അഭിരുചി ഉള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പേഴ്സണാലിറ്റിയെ പറ്റി പറഞ്ഞു, അത് ഇതാണ്. പിന്നെ ഇൻട്രസ്റ്റ്, ആദ്യം പറഞ്ഞ താല്പര്യം. നമുക്ക് കരിയർ ഇൻട്രസ്റ്റ് ഏതൊക്കെയാണ്? എന്തൊക്കെയാണ് കരിയർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഒരു എഞ്ചിനീയർ ആവാനായിട്ടുള്ള കരിയർ ഇൻട്രസ്റ്റ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതല്ല. എഞ്ചിനീയറിംഗ് എന്തൊക്കെ പറയാമോ? ബിടെക് പഠിക്കുന്ന ആളുകളെ ഉണ്ട്, കൈവിട്ട് പോകാൻ മതിയായി. എന്താണ് എഞ്ചിനീയറിംഗ് വേണ്ട ഒരു പ്രധാനപ്പെട്ട കരിയർ ഇൻട്രസ്റ്റ്? ഏതാ? സ്കില്ല് വേണം. പിന്നെ ഞാൻ ഉദ്ദേശിച്ച സംഗതിയിലേക്ക് വന്നില്ല. ഏത് ബ്രാഞ്ചാണ് എടുത്തേക്കുന്നത്? സിവിൽ. വരട്ടെ, നീ പോരാനുണ്ട്. ഏത് സ്കില്ലാണ് ഏറ്റവും ടോപ്പായിട്ട് വരുന്നത്? ഇൻവെസ്റ്റിഗേറ്റീവ് സ്കിൽ എന്ന് പറയാം. പക്ഷെ വേറെ സ്കില്ലുകളുണ്ട്. അത് നമുക്ക് ആർക്കിടെക്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ വരാം, നിങ്ങൾക്ക് പറയാം. അത് പറഞ്ഞാൽ ആർട്ടിസ്റ്റിക് സ്കില്ലാണ്. അതിലുപരി എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സ്കില്ല് റിയലിസ്റ്റിക് സ്കിൽ എന്ന് പറയും. ഹാൻഡ്സ് ഓൺ ആണ് അല്ലേ? എന്താണ്? എവിടെ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന ആൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ പവർ ബ്രാഞ്ചിൽ എഞ്ചിനീയറിംഗ് സെക്ടറൊക്കെ പോകുമ്പോൾ അവർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ല് റിയലിസ്റ്റിക് സ്കില്ലാണ് അല്ലേ? ഹാൻഡ്സ് ഓൺ ആയിട്ട്, അതായത് കൈകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കണം. എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നൊരു കുട്ടിയുണ്ട്. കുട്ടിക്ക് പൈലറ്റ് ആകാനാണ് ആഗ്രഹം. +2 പഠിക്കുകയാണ്. +2 സെക്കൻഡ് ഇയർ ആണിപ്പോൾ. ഒരു JEE എന്ന സംഭവം, ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. അതിൽ 2 സംഗതിയുണ്ട് JEE-യിൽ. എന്തൊക്കെയാണത്? JEE തന്നെ 2 ഭാഗമുണ്ട്. മെയിനും ഉണ്ട്, അഡ്വാൻസ്ഡും ഉണ്ട് അല്ലേ? മെയിൻ എടുത്ത് എവിടെ പഠിക്കാൻ പറ്റും? NIT പഠിക്കാൻ പറ്റും അല്ലേ? അഡ്വാൻസ്ഡ് കഴിഞ്ഞാലോ IIT പഠിക്കാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴാണ് അറിയേണ്ടത്. 10 പഠിക്കുമ്പോൾ, +1 പഠിക്കുമ്പോൾ, +2 പഠിക്കുമ്പോൾ എന്തൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻസ് നമ്മൾ ക്രാക്ക് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് അറിയണം.
മനസ്സിലായി? വളരെ പ്രധാനപ്പെട്ട കാര്യം. അതെപ്പോൾ തുടങ്ങണം? നമ്മൾ എപ്പോഴാണ് തുടങ്ങണ്ടേ? 12ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞിട്ടാണോ അറിയേണ്ടത്? അല്ല, എപ്പോഴാണ് അറിയേണ്ടത്? ഹൈസ്കൂൾ സമയത്ത്. വെരി ഗുഡ്. ഒരു കയ്യടി കൊടുക്കട്ടോ. ഇത് എന്തോ കയ്യടിയത്? തോമസ് സാറേ, ഒരു കയ്യടി. നമ്മളെല്ലാവരും ശ്രീനാരായണീയല്ല. അപ്പൊ നമുക്കൊരു ഐക്യം വേണ്ടേ? നല്ല ഐക്യത്തോടെ ഒരു പേര്. അല്ലേ ഗംഭീരേ? അപ്പൊ കയ്യിൽ കൊടുക്കും. ഒരെണ്ണം കൊടുത്തല്ലാതെ കൊടുക്കുക. പേരെന്തത്? ആദ്യത്തേക്ക് ഒരു നല്ല കയ്യടി. പാറക്കാരൊക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റിനെ പറ്റി പറഞ്ഞു. കരിയർ ഇൻട്രസ്റ്റ്, റിയലിസ്റ്റിക്, ഇൻവെസ്റ്റിഗേറ്റീവ്, ആർട്ടിസ്റ്റിക്, സോഷ്യൽ, പിന്നെ എന്റർപ്രണർഷിപ്പ് അല്ലേ? ഓണ്ടർപ്രണർഷിപ്പ്, എന്റർപ്രൈസിംഗ് എന്ന് പറയുന്നത് കൺവെൻഷൻ. അങ്ങനെ 6 സ്കില്ലുകളാണ് പ്രധാനമായിട്ടുള്ളത്. അത് നമുക്ക് ഉണ്ടാകേണ്ട സംഗതിയാണ്. പിന്നെ നമ്മുടെ ലേണിംഗ് സ്റ്റൈല് വളരെ പ്രധാനപ്പെട്ട. എന്താ ലേണിംഗ് സ്റ്റൈല്? ചില ആൾക്കാർക്ക് ഇതുപോലുള്ള പിക്ചേഴ്സ് കാണുമ്പോഴായിരിക്കും കൂടുതൽ മനസ്സിലാവുക. അത് സ്റ്റൈലായിരിക്കും, എന്തിനാണെന്ന് സാധിക്കും, വിഷ്വൽ ലേണേഴ്സ് ആയിരിക്കും. നമ്മളെന്താ പഠിക്കുന്നത്? ഒരു കൈ കൊടുക്കാട്ടോ. പിന്നെ ഇപ്പൊ ഞാനീ പറയുന്നത് എന്താ ചെയ്യുന്നത്? ചില ആളുകൾ നമ്മൾ പറയുന്ന പോലെ സാറ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓഡിറ്ററി ലേണേഴ്സ് അല്ലേ? ഓഡിറ്ററി പറയും അല്ലേ? ഇതെങ്ങനെയാണ്? കിനസ്തെറ്റിക് ലേണേഴ്സ് ഉണ്ട്. കൈ ചെയ്ത് പഠിക്കുന്നുണ്ട് അല്ലെ? സ്കൾപ്ചേഴ്സ് പഠിക്കുന്ന ചില ആൾക്കാർക്ക് പ്രാക്ടിക്കൽ ചെയ്താൽ പഠിക്കാൻ പറ്റും അല്ലേ? ഇത് വേറൊരു കൂട്ടരുണ്ട്, റീഡ് ആൻഡ് റൈറ്റ് ആണ്. 4 സ്ഥലത്തിൽ ലേണിംഗ് സ്റ്റൈൽ അറിയാനുണ്ട്. ചില ആൾക്കാർക്ക് എത്ര പറഞ്ഞാലും ടീച്ചർ പറയുമ്പോൾ ചെയ്യും നോട്ടുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് പേന തന്നിട്ടില്ല, ബുക്ക് തന്നിട്ടില്ലേ, നോട്ട് എഴുതുമോ? നല്ല നോട്ട് എഴുതി ഒരു സമ്മാനം കൊടുക്കാം അല്ലേ? നല്ല നോട്ട് എഴുതുന്ന ആൾക്കാർക്ക് അപ്പൊ എന്ത് ചെയ്യും? എഴുതും അല്ലേ? റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്ന ശരിക്കും നന്നായി വായിക്കും. ഞാൻ ചില കുട്ടികൾ വരുമ്പോൾ ചോദിക്കുമ്പോൾ വായിക്കാത്ത കുട്ടികളുണ്ട്. അതായത് ക്ലാസ് എടുക്കുമ്പോൾ കേട്ടു, അവസാനം പോയി പരീക്ഷ എഴുതും. ഒരക്ഷരം വായിക്കാത്ത, പിന്നീട് വായിക്കാത്ത കുട്ടികളുണ്ട്. മനസ്സിലായി? ഇയാളെ പറ്റി പറഞ്ഞപ്പോൾ മുഴുവനാക്കില്ലാട്ടോ. ആരാ? പൈലറ്റാവാൻ വന്ന ആള് JEE പരീക്ഷയ്ക്ക് നമ്മുടെ ബ്രില്യൻസിന്റെ ഇതിന്റെ കോച്ചിങ് എടുക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടിക്ക് ഇഷ്ടമുള്ളതായിക്കോട്ടെ എന്നുള്ളതാണ്. കാരണം വേറെ ചോയ്സ് ഒന്നുമില്ല. കാരണം പിള്ളേരുടെ ഇഷ്ടമാകുമ്പോൾ പലരുടെ ഇഷ്ടം. അതുകൊണ്ട് അവള് പൈലറ്റ് ആവണമെന്ന് പറഞ്ഞു. സാർ എന്നോട് പറഞ്ഞു. ഓക്കെ ഗുഡ്. ഞാൻ അവിടെ തന്നെ ഞങ്ങളെല്ലാവരും പേഴ്സണലായിട്ടായിരിക്കുക. 1-on-1 സെഷനാണ്. 3 മണിക്കൂർ 3.5 മണിക്കൂർ വരുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവള് മാത്രമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു പൈലറ്റ് ആവണം. ഓക്കെ, നമ്മളൊരു 5 ഡയമെൻഷൻ ടെസ്റ്റാണ് പറയുന്നത്. സൈക്കോമെട്രിക് ടെസ്റ്റാണ്. 1.5 മണിക്കൂറോളം വരുന്ന ഒരു പ്രോസസ്സാണ്. ഈ 5 പ്രധാനപ്പെട്ട ഘടകങ്ങളെ നമ്മൾ എടുത്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ടെസ്റ്റ് എടുത്തു, റിസൾട്ട് എടുത്തു. 22 പേജിൽ മേലെയുള്ള റിപ്പോർട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുക. അപ്പം ആ കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഏത് കോഴ്സസ് എടുത്ത് പഠിക്കാം, എന്താണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി ടൈപ്പ്, എന്താണ് കുട്ടിയുടെ കരിയർ ഇൻട്രസ്റ്റ്, എന്താണ് കുട്ടിയുടെ സ്കിൽ ആൻഡ് എബിലിറ്റീസ്, ലേണിംഗ് സ്റ്റൈല്, കരിയർ മോട്ടിവേറ്റഡ് ടൈപ്പ്. 5 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ സംഗതി എടുത്തു കഴിയുമ്പോൾ കുട്ടിക്ക് നോക്കുമ്പോൾ പൈലറ്റ് ആകാനുള്ള സാധ്യതയില്ല. കുട്ടി നല്ല കരച്ചിൽ പാസ്സാക്കി ഇല്ലേ? അവൾ വലിയ ആഗ്രഹിച്ചിരുന്നാണ് പൈലറ്റ് ആകണമെന്ന്. അപ്പോൾ കരഞ്ഞോട്ടെന്ന് ഞാൻ വിചാരിച്ചു.
കരഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്താ കരഞ്ഞ്, അത് ആവാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് ഇതിനകത്തൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അനാലിസിസ് ഉണ്ട്, എടുത്തൊരു കുട്ടിയുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. സ്ട്രെങ്ത് എടുത്തപ്പോൾ കുട്ടിക്ക് കുറേ അധികം സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് എടുത്തപ്പോൾ അതുപോലെ വീക്ക്നെസ്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഉണ്ട്, ഈ കാര്യം ചെയ്യാൻ പറ്റുമോ, ഇന്ന കാര്യം ചെയ്യാൻ പറ്റുമോ? അവിടെ ഒരു എന്താ ഉള്ളത്, ഒരു പൈലറ്റിന്റെ ജോലി എന്താ? പൈലറ്റിന്റെ ജോലി എന്താ? പൈലറ്റ് ഒരു കോക്പിറ്റിൽ ഇരിക്കൂലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിമാനത്തിനകത്ത് കയറി കഴിയുമ്പോൾ വളരെയധികം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ? ഇത് പൊങ്ങണത് താഴുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് വളരെ പ്രധാനപ്പെട്ട സ്കില്ലൊന്നും റിയലിസ്റ്റിക് സ്കില്ല് ഇല്ല. രണ്ടാമത്തെ ഏതാണ്? പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, അനലിറ്റിക്കൽ സ്കിൽ. എന്തിനത്? ഒരു പൈലറ്റിന് അനലിറ്റിക്കൽ സ്കില്ലും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും വേണ്ടേ? വിമാനം ഒരു എയർ പോക്കറ്റിൽ കുടുങ്ങി, സംഗതി പ്രശ്നമായി, വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം എടുക്കണം? വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ അത് ഉയർന്നു പറക്കണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? എന്ത് സ്കില്ല് വേണം? ഇങ്ങനെയുള്ള സ്കില്ലുകൾ വളരെ പ്രധാനപ്പെട്ട. ഇതൊന്നും ഈ കുട്ടിക്കില്ല. കുട്ടി എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഇതൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ഉയരെ അല്ലേ? അത് കണ്ടപ്പോ നമ്മുടെ സിനിമാ നടിയാണ്, നല്ല സുന്ദരിയായിട്ടുള്ള സിനിമാ നടി ആ വിമാനമൊക്കെ ഇങ്ങനെ മറ്റേ മുഴുവൻ പഠിച്ചൊന്നുമില്ല അല്ലേ, പഠിച്ചു കഴിയാതെ വിമാനമൊക്കെ പറഞ്ഞത് കണ്ടപ്പോൾ ആളുടെ ഒരു പാഷൻ എന്ന് പറയുന്ന സംഭവം പൈലറ്റ് ആവണമെന്നുള്ളതാണ്. മക്കളെ, നിങ്ങളൊരു കാര്യം അറിയണം, നിങ്ങളൊരു കോഴ്സ്, ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ ആ കരിയറിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം. ആ കരിയറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തിരക്കി അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കണം. എവിടെ പഠിക്കും? എവിടെ നമുക്ക് പഠിക്കാൻ പറ്റില്ല? സ്മാർട്ട് ഫോൺ ഉള്ളവരൊന്ന് കൈവയ്ക്കുക, ഇല്ലാത്തവരൊന്ന് കൈവയ്ക്കുക. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒത്തിരി പേരുണ്ടല്ലോ, അവിടെ തരില്ല അല്ലേ വീട്ടില്? അമ്മയുടെ ഫോൺ കൊടുക്കില്ലേ? അമ്മമാരാട്ടോ ഈ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കണേ. അമ്മമാരാണ് ഈ ഫോൺ കൊടുക്കുന്നത്. അപ്പൊ അമ്മയുടെ ഫോണൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത്. ഈ ഫോൺ തൊടില്ലല്ലേ? അമ്മ തരും. പറയുന്ന കുട്ടി ഭയങ്കര ഫോൺ ഉപയോഗിക്കാം. ആരുടെ ഫോൺ ഉപയോഗിക്കാൻ അതെന്തിനാ ഇത് കൊടുക്കാനെന്താ പറ്റുന്നത്? അത് കൊടുത്തില്ലേ ഭയങ്കര പ്രശ്നമാണ്. കൊടുത്തില്ലെങ്കിൽ അതാ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം. മണ്ണമ്മ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമല്ലേ? അപ്പൊ കൊടുക്കും. പിന്നെ എന്തിനാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കില്ലേ? ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകണ്ട, ശരിയാവില്ല. അതുകൊണ്ട് അപ്പൊ നമുക്ക് പറഞ്ഞു തന്നെ എവിടെയാ സ്റ്റോപ്പ് ചെയ്ത്? അങ്ങനെ വന്നു. അപ്പൊ നമ്മുടെ കരിയർ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി സെർച്ച് ചെയ്യണം. +2 കഴിയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ 1 വർഷം എന്തിനു ചെയ്യുന്നു? 1 വർഷം ഞാൻ എടുക്കേണ്ട കരിയർ ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറ്റിയ ഒരു മെന്ററെ കണ്ടെത്തി അതുപോലെ പറ്റുന്ന ഫാക്ടറികൾ അല്ലെങ്കിൽ കമ്പനികൾ പോയി സന്ദർശിച്ച് കൃത്യമായ വിവരങ്ങൾ എടുത്തിട്ടാണ് പഠിക്കുന്നത്. എവിടെയോ നമ്മൾ +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതും, കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥാനം എടുക്കൂല്ലേ? ഡോക്ടറാകാൻ അംബീഷനുള്ള ഒരാള്, മിടുക്കിയായ കുട്ടി, പരീക്ഷ എഴുതി കിട്ടിയില്ല, നേരെ എന്ത് ചെയ്തു? BSc പോയി സുവോളജി എടുത്തു, ബോട്ടണി എടുത്തു, അല്ലെങ്കിൽ അവിടെ കിട്ടിയ ഒരു സാധനം എടുത്തു. സ്വസ്ഥം. എന്തിനെടുത്ത്? അത് കഴിഞ്ഞോ? പിന്നെയോ? പിന്നെ ഞാനിതുപോലെ വന്ന് ചോദിക്കുക, പഠിച്ച് എന്താ വിഷയം എടുത്ത്? സുവോളജി കഴിഞ്ഞിട്ട് സുവോളജി കഴിഞ്ഞാൽ അധ്യാപകനാണോ? ഇവിടെ കിട്ടും ജോലി. എന്ത് ചെയ്യണേ? സുവോളജി കഴിഞ്ഞാൽ അധ്യാപകനാകാനായിട്ട് എന്ത് വേണം? 2 വർഷം കൂടെ വേണം അല്ലേ? ഇപ്പൊ മാറ്റിയില്ലേ പരിപാടി? ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട് 4 വർഷം +2 കഴിഞ്ഞ് അധ്യാപകരാകാനുള്ള കോഴ്സ്. എപ്പോൾ അപേക്ഷ കൊടുക്കണം അറിയോ? +2 പഠിക്കുമ്പോൾ തന്നെ കൊടുക്കണം അപേക്ഷ. +2 ജനുവരി ഫെബ്രുവരി മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മാസമാണ്. അപേക്ഷ കൊടുക്കണം. ഇതൊക്കെ അറിഞ്ഞിരിക്കണം മക്കളെ. ഞാൻ പറഞ്ഞു, മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. നിങ്ങളിവിടെ വന്നിരിക്കുന്നതും ഏറ്റവും ലക്കാണെന്ന് വിചാരിക്കുക. ഗുരുദേവന്റെ കൃപാകടാക്ഷം നിങ്ങളിലുള്ളത് കൊണ്ടാണ് ഈ ഒരു വേദിയിൽ വരാൻ നിങ്ങൾക്ക് ഇടയായത്. അവിടെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട സ്ട്രീം സെലക്ഷൻ, +2 കഴിയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട കരിയർ സെലക്ഷൻ അതിപ്രധാനമാണ്.
മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പോൾ എടുക്കണം ഇത്? നിങ്ങൾ 9 ക്ലാസ് പഠിച്ചു കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ തുടങ്ങണം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു, 10ൽ പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മെയ് 9-ാം തീയതി കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും ആയി തീരണം, ഞാൻ ഏത് വഴിക്ക് പോകണം എന്ന്. നിങ്ങൾക്ക് പറ്റുന്ന തെറ്റ് എന്ന് പറയുന്ന പലർക്കും പറ്റുന്ന തെറ്റ്, പലരും പറയുമ്പോൾ കേൾക്കുന്ന തെറ്റ് എന്ന് വെച്ചാൽ +2 കഴിയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് 4 ആര് പറഞ്ഞുതരും? അതെടുത്തോട്ടോ. ആര് പറയും? തൊട്ടടുത്ത സാറ് പറഞ്ഞു തരും, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ചേട്ടൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ആരോ പറഞ്ഞു കേട്ടിട്ട് എടുത്തതാണത് എന്ന് പറഞ്ഞിട്ട് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അല്ലെ എന്തൊക്കെ സ്ട്രീമുണ്ട്? ബയോമാസ് ഉണ്ട്, കമ്പ്യൂട്ടർ അതിനോടെയൊക്കെ ആഡ് ചെയ്ത് വരുന്നതാണ്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമുണ്ട് അല്ലേ? എന്തിനാണ് ബയോളജി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച ഏത് മേഖലയിൽ പോകാം? മെഡിക്കൽ അല്ലെങ്കിൽ സയൻസ് പ്രോഗ്രാം അല്ലേ? കണക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാതെ ഒട്ടും ഇഷ്ടമല്ല. അലൈഡ് സയൻസോ ബയോളജി റിലേറ്റഡ് ആയിട്ടോ എൻവിയോൺമെന്റൽ സയൻസോ അഗ്രികൾച്ചറോ ഫോറസ്റ്റോ ഒക്കെ പഠിക്കാൻ മതി. അതാണ് കരിയർ ഇൻട്രസ്റ്റ്. താല്പര്യം അവിടെയാണ്, സ്കിൽ ആൻഡ് എബിലിറ്റി അവിടെയാണ്. നമുക്ക് പഠിക്കും, നമുക്ക് പഠിക്കണം. വെറുതെ ഒരിക്കലും ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ പഠിക്കുന്നില്ല, സമയം വേസ്റ്റാക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിക്കേണ്ട ആർക്കാം? ഏതായിരുന്നു കോമ്പിനേഷൻ? ബയോളജി ഉണ്ടായിരുന്നോ? എന്തിനു ബയോളജി എന്തിനെടുത്ത്? ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ബയോളജി കൂടെ കൂട്ടി പിടിച്ചെന്തിനായിരുന്നു? ആരായിരുന്നു പറഞ്ഞത്? അതാണ് ഞാൻ ചോദിച്ചത്. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ എപ്പോഴാണ് പറ്റാന്നറിയോ? നിങ്ങൾക്ക് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വരും, കൗൺസിലിംഗ് വരുന്ന കുട്ടികൾ വരുമ്പോൾ ചില കുട്ടികൾ നല്ല മിടുക്കന്മാർ കുട്ടികളുണ്ടാവും. മിടുക്കന്മാരും മിടുക്കികളും വിട്ടുപിടിക്കുകയും. ഒരു എക്സാമ്പിൾ പറയട്ടോ. മീനിങ് 4 ദിവസം മുൻപ് ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ചു. ഇപ്പോൾ സമയമില്ല കേട്ടോ, സമയം സമയമില്ലാത്തതുകൊണ്ട് വിളിച്ചു, ഫോണിൽ വിളിച്ചു, സംസാരിച്ചു. മൂക്കൊന്ന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് പഠിക്കേണ്ടത് കോസ്മോളജിയാണ്. ആർക്കും അറിയാം കോസ്മോളജി എന്താണെന്ന്? ഏത് ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാം. ഇത് സമ്മാനം തരേണ്ട കോസ്മോളജി സെർച്ച് ചെയ്യരുത്. ഏതാ? അത് കോസ്മെറ്റോളജിയാണ്. ബ്രാഞ്ച് ഒരു മെറ്റാഫിസിക്സിന്റെ ബ്രാഞ്ചാണ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ആണ് അല്ലേ സ്റ്റഡി. നിങ്ങൾ നോക്കൂ, 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കുട്ടി അവളുടെ ചൂസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ്, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി എനിക്ക് മറുപടി തന്നു. വൈ യു ചൂസ് ഫസ്റ്റ്? നമ്മൾ എടുക്കുമോ? റിസ്ക് എടുക്കുക അല്ലേ? എവിടെ ജോലി സാധ്യത? എവിടെ? അവൾ കണ്ടുവച്ചിരിക്കുന്നു, നന്നായി സെർച്ച് ചെയ്തിരിക്കുന്നു. ഇനി അവൾക്ക് പറ്റുന്നത് അവളെക്കുറിച്ച് ഒന്നുകൂടെ അറിയാനുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടി വരാണെങ്കിൽ ഞാൻ പറയും, നീ എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. അവർക്ക് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റും, മറ്റേ സയൻസ്, മറ്റേ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രോഗ്രാംസോ ഏത് വേണമെങ്കിലും, റിസർച്ച് പ്രോഗ്രാംസ് ഇല്ലേ, എവിടെയൊക്കെ പോകാൻ പറ്റും? നൈസർ അറിയുന്നത് ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, BSMS പ്രോഗ്രാംസ്, നൈസർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് റിസർച്ച്, BSMS 2 ഡിഗ്രി, UG ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, 5 വർഷത്തെ പ്രോഗ്രാം. എന്തും പഠിക്കാൻ പറ്റുന്ന പിള്ളേരുണ്ട്, അവരെടുക്കാം. അല്ലാതെ എന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്ന സ്ഥാനത്തേക്ക് പോകാം. അത് നന്നായിട്ട് പഠിക്കുക. നമ്മൾ വെറുതെ 2 വർഷം നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു മാത്തമാറ്റിക്സ് പഠിക്കാൻ. നിങ്ങൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണോ പോകേണ്ടത്, അതുപോലെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ആ വിഭാഗങ്ങളിൽ പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട സ്ട്രീം അതാണ്. ഇനി കൊമേഴ്സ് ആണെങ്കിലോ എല്ലാ ചാൻസും ഉണ്ടോ? കൊമേഴ്സ് എടുത്താൽ ഉണ്ടോ? കൊമേഴ്സ് എടുത്താൽ സാധ്യതയുണ്ടോ? അല്ലേ? 3ാമത്തെ വയസ്സായാലേ എന്ത് സാധ്യതയുണ്ട്? എന്ത് പഠിക്കാൻ നമുക്ക്? ഒച്ച പറയണ്ട.
ACCA. ഓക്കെ, ഗുഡ്. പിന്നെ MBA പഠിക്കാം. ഓട്ടെ, ആദ്യത്തെ UG പ്രോഗ്രാം പറയും. BBA പഠിക്കാം. പിന്നെ BCom പഠിക്കാം. BA പഠിക്കാം. ഒരു പേരെടുത്ത് കൊടുക്കാം നമുക്ക്. ഇയാളുടെ പേരെന്നാ? സ്റ്റുഡൻ്റാണോ? പഠിച്ചു കഴിഞ്ഞാൽ എന്താ പഠിച്ചു കഴിഞ്ഞാൽ? MBA. ഏതായിരുന്നു? എത്ര ജോലിയായോ? എന്താ അങ്ങനെ പേരാ? ഒരു കയ്യടിയുടെ കൊടുത്ത് നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ തരണം. അപ്പോ നോക്കുക, നിങ്ങൾ ശിവചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത കുട്ടി 23, നമ്പർ 23, AIR 23, ശിവചന്ദ്രൻ. പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ CA ആണ്, CS ആണ്. എന്താണ് CA? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, CS ആണ്. വലിയ പ്രയാസമാണ്, അത്യാവശ്യം നല്ല പ്രയാസമുള്ള കോഴ്സല്ലേ. CA തന്നെ എടുക്കാൻ പ്രയാസമാണ്, എല്ലാം നമുക്കറിയാം. CS കമ്പനി സെക്രട്ടറി. പുള്ളിക്ക് എന്താകണം? പുള്ളിയുടെ മോക്ക് ഇന്റർവ്യൂ നിങ്ങൾ കാണും. ശിവചന്ദ്രൻ എന്ന പേര് അടിച്ചു നോക്കിയാൽ മോക്ക് ഇന്റർവ്യൂ ഓഫ് ശിവചന്ദ്രൻ, ചെന്നൈ പ്രവർത്തകമാണ്. പുള്ളിയുടെ ഇന്റർവ്യൂ നിങ്ങൾ കാണേണ്ട സാധനം ഇതൊക്കെ. നിങ്ങൾ JEE പാസ്സായവർക്ക് നല്ല ടോപ്പേഴ്സ്. ആരാ സിവിൽ സർവീസിലെ ടോപ്പർ ഈ വർഷത്തെ? ആർക്ക് പറയാം? പേന തരട്ടോ. സിവിൽ സർവീസ് പരീക്ഷ, ഓൾ ഇന്ത്യ സിവിൽ സർവീസ് പരീക്ഷയിലെ നമ്പർ 1 AR 1. മൊബൈലിൽ നോക്കരുത്, സെർച്ച് ചെയ്യരുത്, പെട്ടെന്ന് കിട്ടിയില്ല. ശക്തി ദുബൈ, പെൺകുട്ടിയാ. പ്രയാഗ്രാജ് കേട്ടോ? പ്രയാഗ്രാജ് നിങ്ങൾ പോകണേ കാണാൻ സ്ഥലമല്ലേ? അവിടുത്തെ ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ മോളാണ് ശക്തി ദുബൈ, ഒന്നാം സ്ഥാനം. ഈ ആളെ പറ്റി പറയാം, ശിവചന്ദ്രനെ പറ്റി പറയാം. ശിവചന്ദ്രൻ കമ്പനി സെക്രട്ടറിയാണ്, കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ ഇവരുടെ ചോദ്യം, പ്രധാന ചോദ്യം, വൈ? നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ സമ്പാദിക്കാനുള്ള 2 വളരെ പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോഴ്സസ് ഉള്ളപ്പോ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന പരിപാടിക്ക് വരേണ്ടത്? അപ്പോൾ അയാളുടെ മറുപടി ഇതായിരുന്നു. 2008 മുംബൈ തീവ്രവാദി ആക്രമണത്തില് താജ് ഹോട്ടലില് NST കമാൻഡോസ് കടന്ന് വലിയൊരു സംഭവം ഉണ്ടായി അവിടെ. അവിടെ ആ മൂവ്മെന്റില് അവിടുത്തെ പട്ടാളക്കാരുടെ പെർഫോമൻസ് കണ്ടപ്പോ ഐ വാണ്ട് ടു ബിക്കം എ പോലീസ് ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് നാഷണൽ. ഇന്ത്യയിലെ IPS 23 IAS കിട്ടാം, പക്ഷെ ഐ വാണ്ട് ടു ബിക്കം എ പോലീസ് ഓഫീസർ. എനിക്കൊരു IPS കാരനാകണം എന്നാഗ്രഹം. മനസ്സിലായോ? ഇഷ്ടംപോലെ പൈസ കിട്ടും. എന്നാൽ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കരിയർ മോട്ടിവേറ്റഡ് ടൈപ്പ്. ചില കുട്ടികൾ വരുമ്പോൾ പൈലറ്റ് ആവുമ്പോൾ നമ്മളോട് ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര സമയം നിന്റെ ജോലി, എത്രത്തോളം സമയം ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ സാധിക്കും? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അറിയോ? ഒരു ഇവിടെ PG ഉഷ അല്ലേ, നമുക്ക് എല്ലാവർക്കും അല്ലേ സംഭവം? PG ഉഷ എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. നമുക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് തന്ന ആളാണ്. ഓരോ തുടുപ്പിലും ഓരോ ജീവനിലും പ്രാണനിലും ഒക്കെ എന്തായിരിക്കും? സ്പോർട്സാണ് മുഴുവൻ സമയം, 24 മണിക്കൂർ 360 ദിവസവും ഇത് തന്നെ സ്പന്ദനമുള്ള ആൾക്കാരുണ്ട് അല്ലേ? മിക്കവാറും സമയത്ത് വേണമെങ്കിൽ നടക്കുമോ? മിക്കവാറും സമയം അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ചെയ്താൽ പറ്റുമോ? അപ്പൊ ചില ജോലികൾ വരുമ്പോ IPS ഓഫീസർ ആണെങ്കിലോ അല്ലെങ്കിൽ പട്ടാളക്കാരനാണെങ്കിലോ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു പട്ടാളക്കാര്, പോലീസുകാര്? നമ്മൾ പറയുന്നത് 24 മണിക്കൂർ അല്ലേ? 24 മണിക്കൂർ 360 വല്ലപ്പോഴൊക്കെ ചെയ്യാം, മോസ്റ്റ് ഓഫൺ ചെയ്യാം. നിങ്ങൾ ഇന്റർവ്യൂ എടുക്കും, നിങ്ങൾ എടുക്കൂ. ഈ CA കാരൻ വരുമ്പോൾ എടുക്കും. അവനെന്താ എടുക്കാൻ കാരണം? അവന്റെ സ്പിരിറ്റ് അവിടെ നിൽക്കുന്നത്, അവന്റെ കരിയറിനോടുള്ള മനോഭാവം. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ മനോഭാവമുള്ള, അങ്ങനെ ഇഷ്ടമുള്ള ഏതോ ഒരു മേഖല ഒളിച്ചു കിടക്കുന്നുണ്ട്, അത് കണ്ടെത്തണം. ചിലർക്ക് ക്ലർക്കാവാൻ ആവശ്യം 10 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരില്ലേ? എന്താ കാര്യം? അവരോട് ശരീരം ഇറങ്ങാനൊക്കെ പറഞ്ഞാൽ ചില പ്രയാസമല്ലേ? എന്താ അസുഖം? വേർപ്പിന്റെ അതുകൊണ്ടുണ്ടാവും അല്ലേ? വളരെ കംഫർട്ടബിൾ ജോബ് അല്ലേ? 10 to 5. വേറെ ഒന്നും അന്വേഷിക്കില്ല. 5 മണി കഴിഞ്ഞാൽ അവർ ആരെയും വിളിക്കുമോ? അപ്പൊ അങ്ങനെയുള്ള ജോലിയുണ്ട് അല്ലെ? കൺവെൻഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും, ചില ആൾക്കാർക്ക് ഫുൾ ടൈം നമ്മുടെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ എഴുതിക്കൊണ്ട്
പട്ടാളത്തിലേക്ക് ഒരു സീനിയർ ലെവൽ ഓഫീസറായിട്ട് കടന്നു ചെല്ലാൻ പോകുന്നവന്റെ മനസ്സിലുള്ള സ്പിരിറ്റ് എന്തായിരിക്കും? ഞാൻ എപ്പോഴും റെഡിയാണ്, എന്തിനും റെഡിയാണ്, അല്ലേ? ഏത് സമയത്തും എപ്പോഴും എന്റെ ജോലി ചെയ്യാൻ, എന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. ഏത് സമയത്ത് വിളിച്ചാലും എപ്പോഴും എന്റെ ഊണിലും ഉറക്കത്തിലും ഉണർവിലും എല്ലാം ഞാൻ റെഡിയാണ്. ഞാനെടുക്കും. അത് എല്ലപ്പോഴും റെഡിയാന്ന് പറഞ്ഞാൽ എടുക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. നമുക്ക് ഏറ്റവും കൂടുതൽ സാലറിയുള്ള ജോലി ഏറ്റവും നല്ല ജോലി, ഇല്ലേ? പറഞ്ഞു വന്നത് CA പറ്റിയല്ലേ? നീ കൊമേഴ്സോടെ പറയണ്ടേ? സോറി, ഹ്യൂമാനിറ്റീസ് പറയണ്ടേ? ഇവിടെ എക്കണോമിക്സിലെ എംകോ എക്കണോമിക്സ് ആണല്ലേ? എക്കണോമിക്സ് ഏതായിരുന്നു? PG എക്കണോമിക്സ് ആയിരുന്നു, അല്ലേ? ഇനി എന്താ പ്രോഗ്രാം? ചെയ്യണം കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ എക്കണോമിക്സ് എടുത്ത് ട്രാക്ക് ചെയ്യാനൊക്കെ എക്സാം ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമുക്കറിയാം, അതിനെക്കുറിച്ച് അറിയാം. നമ്മുടെ പഴയ സമയം വന്ന് നോക്കുമ്പോൾ ഇല്ല. പുസ്തകം വായിക്കാത്ത ആൾക്കാരെ പോലെ പഠിക്കാൻ കൃത്യമായ സമയം കണ്ടെത്താത്ത അനവധി കുട്ടികളുണ്ട്. നമ്മുടെ അടുത്ത് കൗൺസിൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ അടുത്തിരിക്കുമ്പോൾ എത്ര സമയം വായിക്കും? വായനയേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് പോകും, കേട്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച് അറിയാറുണ്ട്. എളുപ്പത്തിൽ പഠിക്കാൻ ഞാൻ പറഞ്ഞ 15 കോഴ്സ് ചെയ്തു നോക്കുന്നത്. MA സൈക്കോളജി